നിരോധിത ലഹരി വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി തിരുവനന്തപുരം നഗരസഭ. പെട്ടിക്കടകളിലും ബാങ്കുകളിലുമായി വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. തിരുവനന്തപുരം നഗരസഭയും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ലഹരിയുടെ അടിവേറിറക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് മേയർ വി രാജേഷ് വ്യക്തമാക്കി. സ്കൂൾ പരിസരങ്ങളിലും പൊതുയിടങ്ങളിലും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. ബങ്കുകളിലും പെട്ടിക്കടകളിലും ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ബങ്കുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൽ ലഹരി കച്ചവടത്തിനായി ഒരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ലഹരിയുടെ അടിവേരറക്കും വരെ പോരാട്ടം ശക്തമാക്കുമെന്നും വി രാജേഷ് പ്രതികരിച്ചു. ഞങ്ങൾ ഇന്ന് രാവിലെ ഈ വാർഡിൽ ഇറങ്ങി. ഇനി എല്ലാ സ്കൂളുകളുടെയും ചുറ്റും ആദ്യം പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയയുടെ മുഴുവനും ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് കച്ചവടം നടത്തുന്നത്, അവരുടെ അടിവേരറുക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പോലീസിന് സറണ്ടറായി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല അല്ലെങ്കിൽ ശക്തമായ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കേശവദാസപുരം, പട്ടം ഭാഗങ്ങളിൽ സംഘം പരിശോധന നടത്തി. ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിലും ലഹരി വസ്തുക്കൾ വിൽക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.